ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് മരിയ എൽദോസ് എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. പുള്ളിക്കാരിൻ്റെ പ്രൈമറി ഫീൽഡ്സ് SEO, പെർഫോമൻസ് മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്നിവയാണ്. കഴിഞ്ഞ 4 years ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ബോത്ത് ആസ് എ ഫാക്കൽറ്റി ആൻഡ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ. സോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കുറച്ച് ഇൻഡസ്ട്രീനെ പറ്റിയുള്ള ഇൻസൈറ്റ്സും കോഴ്സിനെ പറ്റിയുള്ള ഇൻസൈറ്റ്സും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് മരിയ മാമിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ മരിയ, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് കുറേ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലോട്ട് താല്പര്യം കാണിക്കാൻ ഇൻക്രീസ് ആയിരിക്കുന്നത്? കഴിഞ്ഞൊരു 4-5 years നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനോറിയോ വെച്ചിട്ട് കമ്പയർ ടു അതർ ജോബ്സ് അല്ലെങ്കിൽ അതർ കരിയർ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരുപാട് സ്കോപ്പാണുള്ളത്. അത് സാലറി ബേസ് ആയിക്കോട്ടെ, അവൻ്റെ ഗ്രോത്ത് ബേസ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് എപ്പോഴും സ്കോപ്പ് കൂടുതൽ. ഓൾസോ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഇതുപോലെ ഒരുപാട് മീൻസ് ഒത്തിരി എഫേർട്ട് ഇട്ട് പഠിക്കുക ആ ഒരു കാറ്റഗറി അല്ല. അവർ എപ്പോഴും എല്ലാം സ്പീഡിൽ ചെയ്യുക ആ ഒരു രീതിയിലോട്ട് മാറിയേക്കുവാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവർക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീൽഡാണ്. അതേപോലെ തന്നെ ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി അല്ല എന്ന് പറയുമ്പോൾ ഒരു 12th പാസ്സായ സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും, ഓർ കരിയർ സ്വിച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഏത് സെക്ടറിൽ നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓൾസോ ഇന്ത്യയിലായിക്കോട്ടെ എബ്രോഡ് ആയിക്കോട്ടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത്. പ്ലസ് ഇവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏതൊരു സെക്ടറിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ ആയിക്കോട്ടെ, ഫുഡിൻ്റെ ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഇവർക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് എല്ലാ ബിസിനസ്സിനും മാർക്കറ്റിംഗ് വേണം. കമ്പയർ ടു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതേപോലെ കറക്റ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ കമ്പാരിറ്റീവ്ലി എല്ലാ ബിസിനസ്സിനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ദ പ്രസൻസ് വേണം. കാരണം ബിസിനസ്സുകൾ, സ്റ്റാർട്ടപ്സ് എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. സോ പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം. സോ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആളുടെ ഫ്രണ്ടിലുള്ളത്. ആസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാം. ഇനി ചില കുട്ടികൾക്ക് ഇപ്പോൾ SEO വരുന്നുണ്ട്, SMM വരുന്നുണ്ട്, SEM വരുന്നുണ്ട്, അങ്ങനെ പല ടോപ്പിക്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓരോ ഫീൽഡിലേക്കും ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകാം. SEO ഫോക്കസ് ചെയ്തിരുന്ന കുട്ടി ഒരു SEO സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ SEO അനലിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യാൻ കയറാൻ പറ്റും. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയാസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ മാനേജറായിട്ടോ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവായിട്ടോ കയറാം. അപ്പോൾ ഇതുപോലെ പല ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ ഫ്രണ്ടിൽ വരുവാണ്. പ്ലസ് ഇനി ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇവർക്ക് ഇൻട്രസ്റ്റഡ് അല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ എന്നും ബാക്കി സെക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടും ഓപ്പർച്യൂണിറ്റീസ് അധികമാണ്. പിന്നെ ബാക്കി ഫീൽഡിനെ പോലെ എന്താ പറയുക, എക്സാം പാസ്സാവുക അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവർക്ക് വരുന്നില്ല. എക്സാംസ് ഉണ്ടാവും, പക്ഷെ അത് ബേസിക് നോളജിന് വേണ്ടി മാത്രം. അവരെങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ അവരെത്രത്തോളം എക്സ്പെർട്ടൈസ് ഈ ഫീൽഡിൽ ഉണ്ടെന്നാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പറയുക, ഫ്യൂച്ചറിലെ സ്കോപ്പും കൂടെ നോക്കിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യും. ഒരു ഗ്രോയിങ് കൺസേൺ ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ് എ കോഴ്സ്, ആസ് എൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഫ്യൂച്ചർ. റീസെൻ്റ്ലി നമ്മൾ നോട്ടീസ് ചെയ്തു ഒരു AI വേവ് നടക്കുവാണ്. കുറേ ജോബ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒബ്സലീറ്റ് ആവുന്നുണ്ട് AI വന്ന് അതിനെ റിപ്ലേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ? ഈ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കരിയറിന് ഒബ്സലീറ്റ് അല്ലെങ്കിൽ നോ മോർ യൂസ്ഫുൾ ആക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ആക്ച്വലി ഇപ്പോൾ എൻ്റെ തന്നെ കുറേ സ്റ്റുഡൻസിനുള്ളൊരു മെയിൻ കൺസേൺ ആണ്. അതായത് ഇപ്പോൾ ഇവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങി ഇനി ഫ്യൂച്ചറിലോട്ട് AI വന്ന് ഇവരുടെ ജോബ് റീപ്ലേസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കൺസേൺസ് വരുന്നുണ്ട്. ആക്ച്വലി AI എന്ന് പറയുമ്പോൾ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളെ റീപ്ലേസ് ചെയ്യുമല്ല. ലൈക്ക് AI നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഇടുന്ന കുറേ വർക്ക്സിൻ്റെ എഫേർട്സ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യുക. AI വെച്ചിട്ട് ഒരുപാട് ടാസ്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ആ ഒരു ഹ്യൂമൻ എഫേർട്ട് അവിടെ കുറഞ്ഞ് വിത്ത് AI ടാസ്ക് ഒന്നുകൂടെ ഈസി ആയിട്ട്, ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് AI വെച്ച് നമ്മുടെ എന്താ പറയുക ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആസ് ഒരു ഫ്രണ്ട്, ഒരു ഗൈഡ്, ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരിക്കലും ലൈക്ക്
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് AI ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റീപ്ലേസ് ചെയ്യുകയല്ല, നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ റിസോഴ്സ് എന്നുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കരിയറിന് ഒരു ത്രെറ്റ് അല്ല, ബട്ട് അതൊരു ടൂൾ, ഒരു ബെനിഫിറ്റ് ആണ്. ആക്ച്വലി നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിനൊരു കൺസേൺ അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലും ആൻഡ് ടു ബി ഓണസ്റ്റ് ഓവറോൾ ഈ ഒരു ജോബ് ഇൻഡസ്ട്രിയിലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഫ്രഷേഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് അവരുടെ അടുത്ത് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ചോദിക്കും. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എൻഡിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ ഈ ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. സോ അതിനെപ്പറ്റി മാമിൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഇപ്പോൾ മുന്നേ പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രഷർ ഇറങ്ങി കഴിയുമ്പോൾ ആളുടെ പോർട്ട്ഫോളിയോയിൽ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടെ എന്താ കൊടുക്കേണ്ടത്. ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് നിർത്തുവാണ് പൊതുവേ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഇവരുടെ അടുത്ത് ഓരോ പ്രൊഫൈൽസ്, സോ ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് ക്രിയേഷൻ വരുന്നതാണെങ്കിലും ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേഷൻ വരുന്നതാണെങ്കിലും അവരുടെ ആ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറയും. അതായത് എൻ്റെ എത്തുമ്പോഴത്തേക്കും ഇവരുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ആയിക്കോട്ടെ എല്ലാം ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വർക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ബേസിക് ആയിട്ട് തിയറി പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്, ഓരോ പ്രാക്ടിക്കൽ സെക്ഷൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ നമ്മൾ ഓരോ ഇപ്പോൾ എന്താ പറയുക, കുറേ കമ്പനീസ് ഉണ്ടാവും, അതിൻ്റെ വർക്ക്സ് ആയിരിക്കും ഇവരെ കാണിച്ചു കൊടുക്കുന്നത്, ഇവരെ കൊണ്ട് കേസ് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ വർക്ക്സും ഇവർക്ക് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരിപ്പോൾ ഫ്രീലാൻസിങ് വർക്ക്സ്, ഇവർ കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഫ്രീലാൻസിങ് വർക്ക്സ് കിട്ടും. ഇതും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക് തിങ്സ് ആഡ് ചെയ്ത് പോവാതെ, അതായത് ഇപ്പോൾ ഒരു ആസ് എ കമ്പനി എടുക്കുമ്പോൾ ഒരുപാട് പോർട്ട്ഫോളിയോസ് ഇവർക്ക് വരും. പക്ഷേ ഇതിനകത്ത് യൂണീക്കായിട്ട് നിൽക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും ഒരു കമ്പനിയുടെ അവർ സെലക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഇവരുടെ പോർട്ട്ഫോളിയോ എത്രത്തോളം യൂണീക്ക് ആക്കാൻ പറ്റും ആ രീതിയിൽ എന്താ പറയുക, സ്റ്റുഡൻസിനെ നമ്മൾ മോൾഡ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അന്നേരം അവർ അവരുടേതായ വർക്ക്സ്, ഇപ്പോൾ സപ്പോസ് ഇവരുടെ കണക്ഷൻസ് ത്രൂ ഇവർ ബിൽഡ് ചെയ്ത കുറച്ച് വർക്ക്സ് ഉണ്ടാവും. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോഴ്സ് പഠിക്കാൻ വരുന്ന ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ഒരു പാഷനും ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുകയാണെങ്കിൽ അവർ ഫോട്ടോഗ്രാഫേഴ്സാണ്, അതേപോലെ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണ്. സോ ഇവർ ക്ലാസ് ത്രൂ പഠിച്ചെടുക്കുന്ന സ്കില്ല് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള പേജസിലൊക്കെ ഇവർ ആപ്ലിക്കേഷൻ ചെയ്യുകയാണ്. സോ അതെന്ത് ചെയ്യാം, ഇവർക്ക് ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. അതെപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ കയറുന്നതിന് മുമ്പ് കുറേ സ്റ്റുഡൻസിന് ഫേസ് ചെയ്യുന്ന ഒരു ഡൗട്ടാണ്. മാം നേരത്തെ മെൻഷൻ ചെയ്തു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. സോ അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പഠിച്ച് ജോലി ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രയർ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ആർക്കൊക്കെയാണ് ഇതിൽ കയറാൻ പറ്റുന്നത്? ആൻഡ് അഡീഷണലി എന്തുകൊണ്ടാണ് ആദി ഗ്രൂപ്പിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കോഴ്സിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ എന്ന് മാമിന് പറയാൻ പറ്റുന്നത്? സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്താ പറയുക, മെയിനായിട്ട് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല. ഓക്കെ, അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ എല്ലാം പെട്ടെന്ന് ലേൺ ചെയ്തെടുക്കാനുള്ള ഒരു സ്കില്ല്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്. ലൈക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതായത് അവരുദ്ദേശിക്കുന്ന +2 കഴിഞ്ഞു, ഇനി ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയർ കോഴ്സ് ചെയ്യുക, ജോലിക്ക് കയറുക അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. അതല്ലാതെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞ് അവർ ആ ഒരു ഇപ്പോൾ BCom ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ആ ഒരു ഫീൽഡ് പഠിച്ചു കഴിഞ്ഞു, പക്ഷെ നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ലാത്തവരുണ്ടാവും. ഓക്കെ, അതല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞ് ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി കയറുന്നവരുണ്ട്. പിന്നെ കരിയർ സ്വിച്ച്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടി, അതായത് അപ്പോൾ അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സാലറി നോക്കും, അതേപോലെ സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു സ്കില്ലാണോ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നോക്കും. അങ്ങനെ നോക്കിയിട്ട് അവർ സ്വിച്ച് ചെയ്യുന്ന ഒരു ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട്. സോ സാലറി ബേസ് ആണെങ്കിലും എന്താ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ കുറേ പേര് വരുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ആണ്.
അത് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേറെ ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ പഠിച്ച് ചെയ്യാം, എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാം എന്നുള്ളവർ, അങ്ങനെ പല കാറ്റഗറിയിൽ നിന്നുള്ളവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും. പിന്നെ എന്താ പറയുക, ഏജ് മാൻഡേറ്ററി അല്ല, എഡ്യൂക്കേഷൻ മാൻഡേറ്ററി അല്ല, ഇതിന് ആ ഒരു സ്കില്ല് വേണം, ലേൺ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ കരിയർ സ്വിച്ച് ചെയ്യാനായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞവരായിക്കോട്ടെ, MBA കഴിഞ്ഞവരായിക്കോട്ടെ, സ്റ്റുഡൻസ് അതായത് +2 കഴിഞ്ഞവരായിക്കോട്ടെ, ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ബേസിക് ആയിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടോ, ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടോ, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെച്ചിട്ട് ആദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഡിസൈനിങ് കോഴ്സ് കൂടെയുണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ AI വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമീസ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈമറി ഫോക്കസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ്. ഇത് ഒരു ഇഷ്യൂ എന്നല്ല, മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരുപാട് സ്റ്റുഡൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്നവരുണ്ട്. സോ അവർക്ക് പരസ്പരം എന്താ പറയുക, കോമ്പറ്റീഷൻ കൂടി വരുവാണ്. അവർക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു യൂണീക്ക് സ്കില്ല് അപ്പാർട്ട് ഫ്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവർക്ക് ഒരു സ്കില്ലൂടെ വേണം. സോ ആദ്യം അതാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഡിസൈനിങ്. നമ്മുടെ കുട്ടി എന്താ പറയുക, ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ആളൊരു വർക്കിന് കയറുവാണ്, ചെല്ലുന്ന സ്ഥലത്ത് ഒരു ഗ്രാഫിക് ഡിസൈനർ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ് ചോദിക്കും, ഡിസൈനിങ് അറിയോ, അല്ലെങ്കിൽ ഒരു ബേസിക് ഡിസൈനിങ് അറിയോ എന്നുള്ള രീതി ചോദിക്കും. അപ്പോൾ നമുക്ക് അത് അറിയില്ല എന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഹയർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പോർട്ട്ഫോളിയോ കാണിക്കുമ്പോൾ അവരെന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് മൾട്ടി ടാസ്കർ ആണെന്ന് അവർക്കൊരു പ്ലസ് പോയിന്റ് ആണത്. സോ കമ്പയർ ടു അതർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആദ്യയിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സ്ട്രാ സ്കില്ല് ലേൺ ചെയ്ത് പഠിച്ചിറങ്ങുന്നവരാണ്. അതേപോലെ തന്നെ ആദ്യയിൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ക്ലയൻസിൻ്റെ പ്രോജക്റ്റ് വർക്ക്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഓൾസോ നിലവിൽ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും നമ്മുടെ ഇന്ത്യയിലും എബ്രോഡ് ആയിട്ടുള്ള ക്ലയൻസിൻ്റെ വർക്ക്സ് ഇവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ട്സ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇവർക്ക് അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു കുട്ടി പഠിച്ചിറങ്ങുകയല്ല ചെയ്യുന്നത്, അതായത് ആൾ പ്രാക്ടിക്കലി റിയൽ വർക്ക്സ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ എന്തൊക്കെ ഇഷ്യൂസ് വരാം, അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, ആ ഒരു ഐഡിയയോട് കൂടിയാണ് ഒരാൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ബേസിക് തിയറി മാത്രം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇനി എന്താ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്നു അതെങ്ങനെ സോൾവ് ചെയ്യാം, ആൾ വറീഡ് ആവും, ടെൻസ്ഡ് ആവും. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് കയറുമ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു നെഗറ്റീവാണ്. പക്ഷേ അതിൽ പഠിച്ചിറങ്ങുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പല ക്ലയൻസിൻ്റെ വർക്ക്സ് ഹാൻഡിൽ ചെയ്ത് ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ ഈസി ആയിട്ട് ആ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിൽക്കാണ്ട് എന്താ പറയുക, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. അണ്ടർസ്റ്റാൻഡ്. അത് ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ആയിരുന്നു. ആൻഡ് ഐ എം ഷുവർ നമ്മളുടെ വ്യൂവേഴ്സിനും കുറേ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരുന്നു. സോ താങ്ക് യു ഫോർ യുവർ ടൈം മാം, താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഫോർ മോർ സച്ച് യൂസ്ഫുൾ കോണ്ടന്റ്, follow Adi Group of Institutions. Adi Group of Institutions, the most trusted quality training provider.